അപ്പൊ മച്ചാമാരെ പണി തുടങ്ങിക്കളെ ക്ലാസ് മൂന്നായിട്ട് മാർക്ക് ചെയ്തിട്ട് എൻ്റെ ഇതെല്ലാം 20 വെച്ചിട്ടാണ് മാർക്ക് ചെയ്യണത്. ഒരു 20ന്റെ പണി. മൂലം എന്നോടത്ത് 2 ക്ലാസ് തമ്മിൽ ചേരാനുള്ളതാണ്. അതും ഇങ്ങനെ തന്നെ എൻ്റെ 20 വെച്ച് അങ്ങനെ കൊണ്ട് വെച്ചേക്കണേണ്. അപ്പൊ നമുക്ക് കോർബിറ്റ് എടുത്തിട്ട് ഒരു കാച്ചിക്കളെ. ഗ്രാനൈറ്റ് ആയതുകൊണ്ട് പവറിൽ അടിച്ച് കളയാ, ഹോൾ ഇടാം. ഗ്രാനൈറ്റിന് വീതി ഇല്ലാത്തതുകൊണ്ട് വിളയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കോർബിറ്റിന്റെ അടിക്കണത്. അപ്പൊ സ്പൈ കോട്ടിന്റെ മൂട്ടി പിടിപ്പിച്ചേക്കണ ബോൾട്ടൊക്കെ അവിടെ അയച്ചെടുക്കുക. അത് ആ അടി കാണുന്ന ചപ്പാത്തി പിടിപ്പിച്ച് നോക്കാനാണ്. കാരണം അതുമേലാണ് ആങ്കർ ബോൾട്ട് അടിച്ച് വെക്കണത്. അപ്പൊ എല്ലാ സ്പൈ കോട്ടിന്റെ അടിയിൽ ചപ്പാത്തി പിടിപ്പിച്ച് കഴിഞ്ഞ് ഒരെണ്ണത്തിന് 400 രൂപ. പ്ലസ് പോലെ വരച്ചേക്കണ സ്പൈ കോട്ടിന്റെ സെന്റർ ഗ്ലാസിന്റെ സെന്ററാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ആങ്കർ ബോൾട്ട് അടിക്കാൻ വേണ്ടിയാണ് മാർക്ക് ചെയ്തിടാം. 8 ആങ്കർ ബോൾട്ടാണ് ഇട്ട് അടിക്കുന്നത്. കോർബിറ്റിന് തുളച്ചിട്ട് പിന്നെ 1/2 ഇഞ്ചിന്റെ പവറിൽ അടിച്ച് കളയാനുണ്ട് ബാക്കി താഴത്തോട്ട്. 8 ആങ്കർ ബോൾട്ടൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഉണ്ട്. അത് വെള്ളം വീണ സ്ഥലം കൊണ്ട് തുരുമ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാവുമ്പോ തുരുമ്പിക്കൂല. ഇനി ആങ്കർ ബോൾട്ടിന്റെ ബോൾട്ടൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് കളയാം. അത് ടൈറ്റ് ചെയ്യുമ്പോ സെറ്റായി. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ സ്പൈ കോട്ടും പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടിയമേലാണ്ടാ പിടിപ്പിച്ചേക്കണം. ഗ്രാനൈറ്റിന്റെ അടിയിൽ ഇഷ്ടിയാണ്. അപ്പൊ ഇനിയിപ്പോ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടാണ് കാച്ചിക്കളയാം. ഇതാണ് മരണവാസി ഈഷ്യൻ. മരണവാസി ഈഷ്യന്റെ മരണ വീഡിയോകൾ താഴ്ത്തു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് സഹായിക്കണേ. അപ്പൊ ഇനി നമുക്ക് ഈ എൽജൂളകളൊക്കെ എടുത്തിട്ട് നമ്മുടെ പൈപ്പിന്റെ അളവ് കറക്റ്റായിട്ട് എടുക്കാം. നമുക്ക് ഈ എൽജൂള വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. എൽജൂളയുടെ നീളം 6.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പിന്റെ അളവ് കറക്റ്റായിട്ട് എടുക്കാം. താഴ്ത്തു വെച്ചാൽ നമുക്ക് ആ പൈപ്പിന്റെ അളവ് എടുക്കാൻ പറ്റും ഗ്ലാസ് തരുന്നതിന് മുമ്പ്. അപ്പൊ നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ദടാപിടിയുന്ന പരിപാടി തീർക്കാൻ പോകും. അപ്പൊ നമുക്ക് ഗ്രാനൈറ്റിന്റെ മുകളിലെടുത്ത അളവ് പൈപ്പ് മേലോട്ട് വെച്ചാണ് വരക്കാം. ഇപ്പൊ 2 ഇഞ്ച് 1ന്റെ പൈപ്പാണത്. അപ്പൊ 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നേരെ ടേപ്പർ അടിച്ചാൽ കറക്റ്റാണ്. അപ്പൊ മുകളിലേക്കണ മരണമാസിന് ഈ പൈപ്പ് കയറ്റി കൊടുക്കുക. ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് 5 മിനിറ്റ് ചുരുണ്ടുകൂടി ഇരുന്നാണ്. അപ്പൊ ഗ്ലാസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മരണമാസിന്റെ അടവാങ്ങ് തെറിച്ചു എന്നുള്ളതാണ്. ഗ്ലാസ് ഹാൻഡയിൽ പണിയണ മുമ്പ് കയറ്റണാണ് എപ്പോഴും നല്ലത്. ഇത്തിരി ലെങ്ത് കൂടുതലുള്ള ഗ്ലാസ് ആയിരുന്നു. ഇത് 19 ടെമ്പർ ചെയ്ത ഗ്ലാസ് ആണ്. ഇതിനകത്ത് ലൈൻ അടിച്ചേക്കണതിന് മാത്രം 1 സ്ക്വയർ ഫീറ്റ് 35 രൂപയോളം വന്ന്. 3/4 ഇഞ്ച് ക്ലിയർ, 3/4 ഇഞ്ച് ഫ്രോസ്റ്റിംഗ് അങ്ങനെ ഇട്ടേക്കണത്. 8 ഗ്ലാസ് ആണ് ഉപയോഗിച്ചതെങ്കിൽ ഈ സ്പൈ കോട്ടിന്റെ ഇതൊന്നും നമുക്ക് അഴിക്കേണ്ടി വരില്ല. നേരെ അങ്ങോട്ട് ഇറക്കി വെക്കാൻ പറ്റും, ഗ്യാപ്പ് ഉണ്ടാവും. ഇതിപ്പോ സ്പൈ കോട്ടിന്റെ വീതി കറക്റ്റ് 12 ആണ്. അതുകൊണ്ടാണ് നമ്മൾ അഴിക്കേണ്ടി വരുന്നത്. ഇത് ടൈറ്റ് ആയിട്ടാണ് കയറുന്നത്. അഴിച്ച് സുഖമായിട്ട് ഇടാവുന്നുള്ള കീയാണല്ല. ശരിക്കും ഇതിന് 8 ഗ്ലാസ് മതി ഈ വർക്കിന്. അതാകുമ്പോൾ സുഖമാണ്, നേരെ അങ്ങോട്ട് ഇറക്കി വെക്കാം. അപ്പൊ നമുക്ക് ഗ്ലാസിന്റെ മുകളിൽ പൈപ്പ് പിടിപ്പിക്കാൻ വേണ്ടി എൽജൂള പിടിപ്പിക്കാം. ഇതിന്റെ തന്നെ മുകളിൽ കമത്തി വെക്കണ സ്ലോട്ടർ പൈപ്പ് ഉണ്ട്. അതിന് പൈപ്പിന് വില കൂടുതലാണ്. നമുക്ക് ചെയ്യുന്നതിന് ചാർജ് കൂടുതൽ വരും. പിന്നെ വലിയ ഭംഗിയുമില്ല. ഇതാണ് ഇത്തിരി കൂടുതൽ ഭംഗി കൂടുതൽ. ഗ്ലാസിന്റെ സെന്ററിൽ ഒരു എൽക്കി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് വടി പിടിക്കും പോലെ അവിടെ നിന്നോളും. അപ്പൊ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കണ പൈപ്പൊക്കെ എൽജിയുള്ള നിർഗന്ധത്തിൽ അടിച്ച് നമുക്ക് പരിപാടി തീർത്തളയാം. അപ്പൊ ടോപ്പിൽ എന്റെ പൈപ്പ് ഭിത്തി കയറാനുള്ള നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. എൽജികളുടെ ഇത് സെന്റർ ഗ്ലാസ് എൽജികളുടെ എൻഡ് വരെയും 6.5 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് അവിടെ വെച്ച് മാർക്ക് ചെയ്തെടുത്താൽ മതി. 2 ഐറ്റം കമ്പി അടിച്ചിട്ടുണ്ട്. കൈയൊന്ന് അങ്ങാടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് തവിട് കൂടിയായി പോകും. അതുകൊണ്ട് ഗ്ലാസ് കയറുന്നതിന് മുമ്പ് തന്നെ കമ്പി അടിക്കാനാണ് എപ്പോഴും നല്ലത്. താഴത്ത് മാർക്ക് ചെയ്ത് മുകളിലോട്ട് സ്പിരിറ്റ് ലെവൽ വെച്ചാൽ മതി. എൽജുളമേലൊക്കെ 2 ഡാക്ക് വെച്ച് അടിക്കണോളൂ. അത് തന്നെ അധികമാണ്. നല്ല സ്റ്റീലായതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ മച്ചാന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സഹായിക്കണേ. 8 കമ്പിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് വെൽഡ് ചെയ്ത് കളയാം.
എന്നിട്ട് കപ്പ് വെച്ചിട്ട് മാത്രം ഒരു ചെറിയ ടാക്കിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പൈപ്പിൻ്റെ മൂല തമ്മിൽ ഒരു പണിയാകാൻ കൊടുത്ത് കളയാം. ഇപ്പം ടാക്ക് മാത്രമാണ് അടിച്ചു നോക്കണത്. ഇനിയിപ്പോൾ ഫുൾ വെൽഡ് ചെയ്ത് കളയും. അപ്പോൾ മച്ചന്മാരെ മാറ്റ് ഫിനിഷിങ്ങിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് പോളിഷ് ചെയ്തെടുക്കണത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കയറിക്കേണ്ട മാറ്റാക്കണ വിധങ്ങൾ കിട്ടും. അപ്പോൾ മരണമാസിൻ്റെ മരണം വരെയോടെ ഈ വീഡിയോ നിർത്തണേണ്. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി.